ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഓഡിറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടേംസാണ്. ടേംസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ടേമാണ് ഓഡിറ്റ് നോട്ട് ബുക്ക്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറയും. എന്താണ് ഈ നോട്ട് ബുക്ക് എന്നുള്ളത് നമ്മൾ നോക്കാം. ഓഡിറ്റ് നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാണ്ടം ഈസ് എ ബുക്ക് കെപ്റ്റ് ബൈ ഓഡിറ്റ് ക്ലർക്ക്. ഓഡിറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിറ്റർ അണ്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടാവും. സീനിയറോ ജൂനിയറോ ഒക്കെ ആയിട്ടുള്ള അസിസ്റ്റൻസ് ഉണ്ടാവും. ഇവരൊക്കെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് ക്ലർക്ക്. ഓഡിറ്ററെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഓഡിറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് നോട്ട് ബുക്ക് ഈസ് എ ബുക്ക് കെപ്റ്റ് ബൈ ഓഡിറ്റ് ക്ലർക്ക്. ഓഡിറ്റ് ക്ലർക്ക് സൂക്ഷിക്കുന്ന ബുക്കാണെന്ത് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ. It is a register or a diary maintained by audit clerk during the course of audit. ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഓഡിറ്റ് ക്ലർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡയറിയോ അല്ലെങ്കിൽ രജിസ്റ്ററോ അതിന് വിളിക്കുന്ന പേരാണെന്ത് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ. ഫോർ എവറി ഫേം ദാറ്റ് ഹി ഓഡിറ്റ്സ് ദ ഓഡിറ്റർ മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് നോട്ട് ബുക്ക് in which the audit clerk note down many important points, difficulties and new points which he has to discuss with his senior officer or the auditor. അതായത് ഓരോ ഫേമും ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ഈ ഓഡിറ്റ് ക്ലർക്ക് ആണ് ഈ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതെന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ഡ്യൂട്ടിയാണെന്ത് അയാൾ എല്ലാ കാര്യങ്ങളും ആ ഓഡിറ്റ് നോട്ട് ബുക്കിൽ എഴുതണം. ഓഡിറ്ററായിട്ടോ അല്ലെങ്കിൽ അയാളുടെ സീനിയർ സ്റ്റാഫിനായിട്ടോ അയാൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സുകൾ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് എന്തെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഓഡിറ്റ് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് ആയിട്ടോ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം അയാൾ അതിലെന്ത് ചെയ്തു റിപ്പോർട്ടായി ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കും. ദ ഓഡിറ്റ് ക്ലർക്ക് റെക്കോർഡ് ഹിസ് ക്വയറീസ്, അദ്ദേഹത്തിൻ്റെ ക്വയറീസ് ചെയ്തു. എക്സ്പ്ലനേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ പോയിൻറ്റ് വിച്ച് റിക്വയർ ഫർദർ ക്ലാരിഫിക്കേഷൻ, എൻക്വയറി മെയ്ഡ് ആൻഡ് replies received there on a loose sheet fields and bound to the audit notebook. ഇതെല്ലാം ഓഡിറ്റർ എന്ത് ചെയ്യും അയാളുടെ ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആരോടെങ്കിലും എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് അതിൽ അവരെ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഓഡിറ്റ് ക്ലർക്ക് ഓഡിറ്റ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യണത് അതെല്ലാം ആ ഓഡിറ്റ് നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറയുന്ന ആ ബുക്കിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അതെന്തിനാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഓഡിറ്റർക്ക് അതൊരു ഹെൽപ്ഫുൾ ഡോക്യുമെൻ്റാണ്, സപ്പോർട്ടീവ് ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ദിസ് ബുക്ക് ഈസ് പ്രോപ്പർലി നോൺ ആസ് ഓഡിറ്റ് നോട്ട് ബുക്ക്. ആ പുസ്തകത്തിന് കോമൺ അറിയപ്പെടുന്നത് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്നാണ്. ഓഡിറ്റ് മെമ്മോറാണ്ടം എന്നും അതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ ബുക്ക് കെപ്റ്റ് ബൈ ദി ഓഡിറ്റ് ക്ലർക്ക്. ഓഡിറ്റ് ക്ലർക്ക് അതായത് ഓഡിറ്റ് ക്ലർക്ക് അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഓരോ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തും. അത് ചിലപ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് ആയിട്ട് ഏതെങ്കിലും അക്കൗണ്ട് കാണുക, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ്, അല്ലെങ്കിൽ അയാൾ സീനിയറായിട്ട് സംസാരിച്ചത് സീനിയറായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് നടത്തുന്ന സമയത്ത് അയാൾ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. ആ ബുക്കിനെ പറയുന്ന പേരാണ് ഓഡിറ്റ് നോട്ട് ബുക്ക്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഓഡിറ്റ് നോട്ട് ബുക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് Audit Notebook. A separate audit book is maintained in each concern, is kept by the permanent record. It helps the auditors in his subsequent auditors. It's also used to guide to other audit clerks. The auditor notebook is a documentary evidence in favor of the auditor. അതായത് ഈ പുസ്തകം എന്തിനാണ് കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓഡിറ്റ് നോട്ട്ബുക്ക് എന്തിനാണ് കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓരോ ഫേമിനും ഒരു ഓഡിറ്റർ അണ്ടറിൽ ഒരു 10 ഫേമുണ്ട് ഓഡിറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഓരോ ഫേമിനും സെപ്പറേറ്റ് നോട്ട്ബുക്കാണ് ഓഡിറ്റ് ക്ലർക്ക് കീപ്പ് ചെയ്യുന്നത്. അതിൽ എല്ലാ ഡോക്യുമെൻറ്റും പെർമനൻ്റ് ആയിട്ട് അയാൾ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി വെക്കും. അത് ഓഡിറ്റർക്കും അതേപോലെ വേറെ ഉള്ള ഓഡിറ്റ് ക്ലർക്കുകൾക്കൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. ഓഡിറ്റർക്ക് ഇതൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ടും കാണാൻ പറ്റും. അതായത് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ട്രയൽ ബാലൻസോ ഏതെങ്കിലും ഒരു അക്കൗണ്ട് മാച്ച് ആയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെയിൽ ചെയ്ത എമൗണ്ട് അതിലില്ല, അത് ആ ഓഡിറ്റ് ക്ലർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിൽ രേഖപ്പെടുത്തും. അതൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അതുപോലെ എന്തെങ്കിലും നെഗ്ലിജൻസ്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓഡിറ്റർക്ക് അത് ഓഡിറ്ററെ സക്സസ്, അതായത് ഓഡിറ്റർക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് ഓഡിറ്റ് നോട്ട് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്രയും കെയർഫുള്ളായിട്ടാണ് ഓഡിറ്റ് ക്ലർക്ക് ഇത് പ്രിപ്പയർ ചെയ്യുക. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്താണെന്നുണ്ടെങ്കിൽ, ഇറ്റ് എനേബിൾസ് ദ ഓഡിറ്റേഴ്സ് ടു റെക്കോർഡ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റും അതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. അതേപോലെ ഒരു പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓഡിറ്റ് നോട്ട്ബുക്ക് സഹായിക്കുന്നതാണ് ഓഡിറ്ററെ. അതേപോലെ ഓഡിറ്റ് ക്ലർക്കിന്, അതേപോലെ വേറെ ഏതെങ്കിലും ഓഡിറ്റ് ക്ലർക്കുമാർക്കൊക്കെ ഇതൊരു ഗൈഡൻസ് ആയിട്ട്, ഇതൊരു റെഫറൻസ് ബുക്കായിട്ട് കാണാവുന്നതാണ്. അതേപോലെ ഓഡിറ്റ് സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനും ഈ ഓഡിറ്റ് നോട്ട്ബുക്ക് കൊണ്ട് സാധിക്കുന്നതാണ്. ഇനി അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്തൊക്കെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു കമ്പനി പോയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് സ്റ്റാഫും അതേമാതിരി ഓഡിറ്റ് സ്റ്റാഫും തമ്മിൽ ഒരു സ്വരച്ചേർച്ച കുറവുണ്ടാകാൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കും ഓഡിറ്റർ കാണുക, ഒരു ഡൗട്ട്ഫുൾ ആറ്റിറ്റ്യൂഡിലാണ്, ഫെയ്ത്ത്ഫുൾനെസ് കുറവായിരിക്കും. ഫോൾട്ടി ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ആ മൂന്നാമത്തെ പോയിൻ്റ്, ഫോൾട്ടി ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് വരുന്ന ഒരാൾ, ആ രീതിയിലാണ് ഓഡിറ്റ് നോട്ട് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണൽ. പിന്നെ അതേപോലെ ഇത് പ്രോപ്പർലി അല്ലെങ്കിൽ ഓഡിറ്റ് നോട്ട് ബുക്ക് വ്യക്തമായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ എവിഡൻസ് എഗെയിൻസ്റ്റ് ഓഡിറ്റർ ആവാൻ സാധ്യതയാണ്. ഓഡിറ്റർക്ക് എതിരെ ഇതൊരു എവിഡൻസ് ആയിട്ട്, ഓഡിറ്ററുടെ നെഗ്ലിജൻസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ കെയർ ചെയ്തുകൊണ്ടാണ് ഓഡിറ്റ് ക്ലർക്ക് ഓഡിറ്റ് നോട്ട് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കിടക്കുകയാണ്, ഡോക്യുമെൻറ്റേഷൻ. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, the auditor should collect and preserve all the documents relating a client and audit according to their importance or materiality. The statements include, എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ്, അതാണ് ഇൻക്ലൂഡഡ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഡോക്യുമെൻറ്റ്സും ഓഡിറ്റർ കളക്ട് ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് അതിനെ സൂക്ഷിക്കുകയും വേണം. അതിലെന്തൊക്കെ വരുന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റ്സ്, നോട്ട്സ്, കോപ്പി ഓഫ് മിനിറ്റ്സ്. മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളേതെങ്കിലും മീറ്റിംഗ് കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനങ്ങൾ, ആ മീറ്റിങ്ങിലെ ഓരോ ഒപ്പീനിയൻസും കാര്യങ്ങളും എന്തൊക്കെയാണോ മീറ്റിംഗ് നടന്നിട്ടുള്ളത് അതെല്ലാം എഴുതി വെക്കുന്നതാണ് മിനിറ്റ്സ് ബുക്ക്. അപ്പോൾ അതിൻ്റെ കോപ്പി, ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്സ്, റിപ്ലൈ ടു ലെറ്റേഴ്സ്, അദ്ദേഹം എന്തെങ്കിലും എൻക്വയറിക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം, ആൻഡ് ഓൾ അതർ വാല്യുബിൾ ഇൻഫർമേഷൻ പെർട്ടൈൻ ടു ദ അക്കൗണ്ട് അണ്ടർ ഓഡിറ്റ്. ഓഡിറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും, ഇതിനെ പറഞ്ഞ പേരാണ് ദി ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. ദിസ് ഡോക്യുമെൻറ്റ്സ് ആർ പ്രോപ്പർലി അറേഞ്ച്ഡ് ആൻഡ് പ്രിസർവ്ഡ് കെയർഫുള്ളി. അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം, അതുപോലെ നല്ല രീതിയിൽ അത് സൂക്ഷിക്കുകയും വേണം. ദിസ് ഡോക്യുമെൻറ്റ്സ് ആർ ദ പ്രോപ്പർട്ടി ഓഫ് ദ ഓഡിറ്റർ. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും, ഇതിന് കോപ്പിയാണ് കളക്ട് ചെയ്യുന്നത്, അതെല്ലാം ഓഡിറ്ററുടെ പ്രോപ്പർട്ടിയാണ്, ക്ലയൻറ്റിൻ്റെ അല്ല, ഓഡിറ്ററുടെയാണ്. ഇനി ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഡിറ്റ് പ്രാക്ടീസസ്. അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദി സ്റ്റാൻഡേർഡ് ഓഡിറ്റ് പ്രാക്ടീസസ് ഇഷ്യൂഡ് ബൈ ദി കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ. അതാണ് നമ്മളെ ICAI. ഓക്കെ, ഇന്ത്യയിലുള്ള ഓഡിറ്റിങ്ങിൻ്റെ സുപ്രീം അതോറിറ്റിയാണ് ICAI. അവർ ഡിഫൈൻ ചെയ്യുന്നത് ഓഡിറ്റ് ഡോക്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ഓഡിറ്റർ ഷുഡ് ഡോക്യുമെൻറ്റ് മാറ്റേഴ്സ് which are important in providing evidence that the audit was carried out in accordance with the basic principles of auditing. അവരെ അഭിപ്രായത്തിൽ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ക്യാരി ചെയ്യേണ്ട അല്ലെങ്കിൽ ഓഡിറ്റർ സൂക്ഷിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ആണെന്ത് ഓഡിറ്റിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അത് ഒരു എവിഡൻസ് ആയിട്ടാണ് ഓഡിറ്റർ കണക്കാക്കേണ്ടത്. അതായത് നമ്മളെ ഒരു കമ്പനിയിലെ അക്കൗണ്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളുമാണ് നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് ഓഡിറ്റർ കാണണം. അത് യഥാർത്ഥത്തിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്, ഓഡിറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് പോലെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞത്. ഇനി അടുത്ത വേറൊരു ബുക്കാണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞത് ഓഡിറ്റ് നോട്ട് ബുക്ക് പറഞ്ഞു, പിന്നെ ഡോക്യുമെൻറ്റേഷൻ പറഞ്ഞു. ഇനി വേറൊരു ബുക്കാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് ഓഡിറ്റ് ഫയൽസ് എന്നും പറയും.
എന്താണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് നോക്കാം. In the connection with each audit, the auditor will be having a number of detailed documents, statements, notes, minutes and other valuable information pertaining to the account, which are under the audit. These papers are properly arranged and preserved carefully. Adana documents ennu parnal. These papers are the auditor want to refer them to later in during the course of his audit. These files are called audit working paper. അതായത് നമ്മൾ ഓഡിറ്റ് നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സ്, നോട്ട്സ്, മിനിറ്റ്സ്, എല്ലാ വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്ററുടെ ഡ്യൂട്ടി. അപ്പോൾ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു കോപ്പിയോ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഓഡിറ്റർ അത് വ്യക്തമായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കും, സൂക്ഷിച്ച് വെക്കുകയും ചെയ്യും, അത് പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യും. ഈ ഡോക്യുമെൻറ്റ്സിനെ പറയുന്ന പേരാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്നുള്ളത്. ഓഡിറ്റർ സൂക്ഷിക്കുന്ന ആ ഡോക്യുമെൻ്ററി എവിഡൻസ് ആണെന്ത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ. ഇത് ക്ലയൻറ്റിൻ്റെ സാധനമാണ് സത്യത്തിൽ, പക്ഷേ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് കോപ്പി എടുത്തിട്ടാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ പ്രിപ്പയർ ചെയ്യൽ. അതായത് അവർ എല്ലാ ഡോക്യുമെൻറ്റ്സും ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ പ്രിപ്പയർ ചെയ്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും കളക്ട് ചെയ്തിട്ട് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ പ്രിപ്പയർ ചെയ്യും. ആ വർക്കിംഗ് പേപ്പർ ആയിക്കഴിഞ്ഞാൽ, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ അധികാരം ഓഡിറ്റർക്ക് മാത്രമാണുള്ളത്. And these files are called audit working paper. These files are documentary evidence to defend himself against the charges of negligence. ഓഡിറ്റർക്ക് അതൊരു കോർട്ടിൽ ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ. ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന പേപ്പറാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, നോട്ട്സ്, മിനിറ്റ്സ്, എല്ലാ വാല്യുബിൾ ഇൻഫർമേഷനും, അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട എല്ലാ വാല്യുബിൾ ഇൻഫർമേഷനും അതിനെ പറയുന്ന പേരാണെന്ത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ നേച്ചർ ആൻഡ് യൂസ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ആണ് നോക്കാൻ പോകുന്നത്. ദ വർക്കിംഗ് പേപ്പർ ഷുഡ് ബി ഡിസൈൻഡ് പ്രോപ്പർലി ആൻഡ് അറേഞ്ച്ഡ്. പ്രോപ്പർലി അറേഞ്ച് ചെയ്തിരിക്കണം. അത് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ഓഡിറ്റർക്ക് എടുത്ത് നോക്കാൻ പറ്റണം. ഓക്കെ, ഈ വർക്കിംഗ് പേപ്പർ കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ ഭാവിയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിന് ആവശ്യമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് നോക്കാൻ പറ്റണം. മൂന്നാമത് പറഞ്ഞത് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് വിച്ച് വിൽ ഇൻക്ലൂഡ് ദ എസെൻഷ്യൽ ഫോർ ഡ്രോയിങ് ദ കൺക്ലൂഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇതിൻ്റെ എല്ലാ റിപ്പോർട്ടും കറക്റ്റായിട്ട് എടുത്തു വെക്കുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു കണ്ടിന്യൂസ് ഓഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്, ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് നടക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ഒരു സ്റ്റാഫിനെ അവിടെ പെർമനൻ്റ് ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യും. എന്നിട്ട് ഓരോ മന്തും കഴിഞ്ഞതിന് ശേഷം അവർ ഓഡിറ്റ് നടത്തും. ആ ത്രൂ ഔട്ട് ദ ഇയർ കംപ്ലീറ്റ് ആയിട്ട് ഓഡിറ്റ് നടത്തും. അതിനെ പറഞ്ഞ പേരാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആകുന്ന സമയത്ത് ആ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ പെർമനൻ്റ് ആയിട്ട് രണ്ട് രീതിയിലുള്ള ഫയലാണ് ഉണ്ടാവുക. ഒന്നുകിൽ പെർമനൻ്റ് ഫയൽ എന്ന് പറയും, അതേപോലെ അത് കറണ്ട് ഫയൽ എന്ന് പറയും. ഓക്കെ, ഈ രണ്ട് രീതിയിലാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഉള്ളത്, പെർമനൻറ്റ് ഫയലും കറണ്ട് ഫയലും. അതെന്താണെന്നല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതിന് മുമ്പ് ഒരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഓഡിറ്റർ കീപ്പ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. ഒന്ന് ട്രയൽ ബാലൻസ്, കമ്പനീൻ്റെ ട്രയൽ ബാലൻസ് ഉണ്ടാവും. ഷെഡ്യൂൾ, ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സിൻ്റെ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ഡിപ്രീസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സും തമ്മിലുള്ള ഓഡിറ്റർ കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ എങ്ങനെയാണ് അക്കൗണ്ടിലുള്ളത് എന്നുള്ള വിവരങ്ങളുണ്ടായിരിക്കും. ഷെഡ്യൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്പനി എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടായിരിക്കണം. കൺഫർമേഷൻ ഓഫ് ബാങ്ക് റിഗാർഡിംഗ് ദ ബാങ്ക് ബാലൻസ് ഓഫ് ദി ക്ലയൻറ്റ്, ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഡീറ്റെയിൽസ് ഓഫ് ക്യാഷ് ബാലൻസ് ചെക്ക്ഡ്, സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് ദ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് വാല്യുവേഷൻ. ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൽ. പിന്നെ വരുന്നത് സർട്ടിഫിക്കറ്റ് ഫ്രം ദ മാനേജ്മെൻറ്റ് ഓൾ ദി ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ആൻഡ് അക്കൗണ്ട്സ് ഡെപ്റ്റ് ക്ലാസിഫൈഡ് ആസ് ഗുഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ബാഡ്. അതായത് എല്ലാ ഡെപ്റ്റ്സും കാര്യങ്ങളും വ്യക്തമായിട്ട് ഗുഡ് ഡെപ്റ്റ്സ് ആണോ, ബാഡ് ഡെപ്റ്റ്സ് ആണോ, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആണോ എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. കണ്ടിജൻറ്റ് ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം ബൈ ദി മാനേജ്മെൻറ്റ് അതുണ്ടാവും. ഇമ്പോർട്ടൻറ്റ് എക്സ്ട്രാക്ട് ഓഫ് മിനിറ്റ്സ് ബുക്സ്, ഓരോ മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങൾ, എഗ്രിമെൻറ്റ്സ് കാര്യങ്ങൾ അതെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടായിരിക്കും. ഫൈനൽ അക്കൗണ്ട്സിൽ നമ്മൾ ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് ഡീറ്റെയിൽസ് ഓഫ്
queries made during the course of audit and the explanation given by him. ഓഡിറ്റ് നടത്തുന്നതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിച്ചിട്ടുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടത്തി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എയിം എന്താണെന്നുണ്ടെങ്കിൽ, ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ പ്രോപ്പർലി നെസസറി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. കാരണം ഇതാണ് ഓഡിറ്റർ ചെക്ക് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ്, അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് പേപ്പേഴ്സ് പ്രൊവൈഡ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് വർക്ക് ഡൺ ബൈ ഓഡിറ്റർ ആൻഡ് എസ്റ്റാബ്ലിഷ് ദ ഒപ്പീനിയൻ. ഈ പേപ്പർ കണ്ടാൽ അറിയാൻ പറ്റും ഓഡിറ്റർ എന്തൊക്കെയാണ് ചെക്ക് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് നോക്കിയിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് ഓഡിറ്റർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ഡോക്യുമെൻസും ഫൈനൽ റിപ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും. അതുപോലെ ഓഡിറ്റർക്ക് അത് തുടർന്ന് വരുന്ന സബ്സിക്വൻ്റ് ഓഡിറ്റുകൾക്കെല്ലാം ഇതൊരു ഗൈഡൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വരുന്നത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ കൊണ്ട് ഓഡിറ്റ് ക്ലർക്കുകൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ ഓഡിറ്ററെ കൊണ്ട് സാധിക്കും. പിന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വർക്കിംഗ് പേപ്പർ ഓഡിറ്റർ ക്യാൻ കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ ദ ഓഡിറ്റ് വർക്ക് എഫിഷ്യൻ്റ്ലി. ഓഡിറ്റ് വർക്ക് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനും എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനും ഓഡിറ്ററെ കൊണ്ട് സാധിക്കും. ദ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ വിൽ ഹെൽപ്പ് ദ ഓഡിറ്റേഴ്സ് പോയിൻ്റ് ഔട്ട് ദ വീക്ക്നെസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. കമ്പനിയിൽ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പനീനെ ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്, ഏതെങ്കിലും സ്റ്റാഫ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആർ ദ ഗ്രേറ്റ് ഹെൽപ്പ് ടു കണ്ടിന്യൂ വിത്തൗട്ട് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓഡിറ്റിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാഫ് പോയി പുതിയ സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ ഇയാൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും എന്തൊക്കെയാണ് ചെയ്തത്, കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ അത് വ്യക്തമായിട്ട് എഴുതിയത് കൊണ്ട് പുതിയ സ്റ്റാഫിന് ഒരിക്കലും അയാൾ പോയാൽ അവിടെ നിന്നാണ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി, ചെയ്ത വർക്കിനെ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഓഫ് വർക്ക് ദാറ്റ് ഹാസ് ബീൻ ഡൺ, ഇതെല്ലാം ചെയ്യുന്നത് അവരെ ഒരു റെഫറൻസ് ആയിട്ട് കീപ്പ് ചെയ്യും. ഇത്രയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ രണ്ട് രീതിയിലാണുള്ളത്. ടൈപ്പ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് പെർമനൻറ്റ് ഫയലുണ്ട്, അതേമാതിരി ആനുവൽ ഫയൽ ഓർ കറണ്ട് ഫയൽ എന്ന് പറയും. രണ്ട് രീതിയിലാണുള്ളത്. പെർമനൻറ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ ലോങ് ടേം ആവശ്യമായിട്ടുള്ള ലോങ് ടേം ട്രാൻസാക്ഷൻസ്, ക്യാപിറ്റൽ ഇറക്കിയത്, അതായത് ഇതിൽ എന്തൊക്കെ വരിക എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രൊവൈഡിങ് റിഗാർഡിംഗ് ഇഷ്യൂസ് ഓഫ് ഡിബെഞ്ചേഴ്സ്, കോപ്പി ഓഫ് ലോങ് ടേം സർവീസ് അഗ്രിമെൻറ്റ്, ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദി ഫോം, ഇങ്ങനത്തെ വിവരങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള വർക്കിംഗ് പേപ്പറാണ് പെർമനൻറ്റ് ഫയലായിട്ട് സൂക്ഷിക്കുക. അതായത് കമ്പനിയിൽ ലോങ് ടേമൊക്കെ ആവശ്യമുണ്ടാവും. എന്നാൽ ആനുവൽ ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇയറിലെ ഓഡിറ്റ് പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് വരുന്നത്, അതിൽ അടുത്ത വർഷം ആകുമ്പോൾ അതിൽ ഒരുപാട് ചേഞ്ചസ് വരാം. അതാണ് ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, പിന്നെ ബാങ്ക് ബാലൻസ്, കാര്യങ്ങളെല്ലാം. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ വർഷം കൂടുമ്പോഴും അതിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇത് ഒരു റെഫറൻസ് ആയിട്ട് ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ മെയിനായിട്ട് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കറണ്ട് ഇയറിലെ ഓഡിറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഈ ആനുവൽ ഫയൽ അല്ലെങ്കിൽ കറണ്ട് ഫയൽ പ്രിപ്പയർ ചെയ്യുന്നത്. ആനുവൽ ഫയൽ ലിമിറ്റ്സ് എ കറണ്ട് ഇയർ ഓഡിറ്റ് പ്രോഗ്രാം ക്യാരിഡ് ഔട്ട് ബൈ ഓഡിറ്റർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട് എപ്പോഴും, ഓണർഷിപ്പ് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ഈ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ ഓണർഷിപ്പ് ആരെടുത്താണെന്ന്. സത്യത്തിൽ ഇത് ക്ലയൻറ്റിൻ്റെ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഓഡിറ്റർ ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണ ഓണർഷിപ്പ് വരുന്നത് ഓഡിറ്റർക്ക് തന്നെയാണ്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിലെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ക്ലയൻറ്റിൻ്റെ ട്രയൽ ബാലൻസും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇത് പ്രിപ്പയർ ചെയ്തത് ഓഡിറ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് ഒരിക്കലും തേർഡ് പാർട്ടിക്ക് ഡിസ്ക്ലോസ് ചെയ്ത് പോകാൻ പാടില്ല. മറ്റൊരാൾ അത് അറിയരുത്. കോൺഫിഡൻഷ്യലായിട്ട് ഓഡിറ്റർ സൂക്ഷിച്ച് വെക്കണം. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഓഡിറ്റർക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിൻ്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർക്കാണ്. രണ്ട് കേസുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷോക്കോ കിൻസ്കി വിസ് ബ്രൈറ്റ് ഗ്രാം ആൻഡ് കമ്പനി, അതുപോലെ ചാൻട്രി മാർട്ടിൻ ആൻഡ് കോവിസ് മാർട്ടിൻ. ഇവർ തമ്മിലുള്ള ഒരു കേസിൽ ഈ വർക്കിംഗ് പേപ്പറിന് തമ്മിലൊരു കേസ് ഉണ്ടായിരുന്നു. ആരാണ് അതിൻ്റെ ഓണർഷിപ്പ്, അത് കമ്പനിക്ക് കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായി. അപ്പോൾ അതിൽ വിധിയായി വന്നത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ അത് പ്രിപ്പയർഡ് ബൈ ഓഡിറ്ററാണ്. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ ഓണർഷിപ്പ് വരുന്നത് ഓഡിറ്റർക്കാണ്. ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്.